ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ഉൽപ്പന്നം 1050 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം അത് 375 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ 14 മടങ്ങാണ്. 20% ലാഭം ലഭിക്കണമെങ്കിൽ ആ ഉൽപ്പന്നം എത്ര വിലയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഉൽപ്പന്നം 1050 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അതേ ഉൽപ്പന്നം 375 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ 14 മടങ്ങാണെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 20% ലാഭം ലഭിക്കണമെങ്കിൽ ആ ഉൽപ്പന്നം എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഉൽപ്പന്നം 1050 രൂപയ്ക്ക് വിൽക്കുകയാണെന്നാണ് തന്നിരിക്കുന്നത്. അവിടെ ലഭിക്കുന്ന ലാഭം 375 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ 14 മടങ്ങാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതായത് കോസ്റ്റ് പ്രൈസ്, ആ ഉൽപ്പന്നത്തിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ വില എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1050 രൂപയ്ക്ക് ആ ഉൽപ്പന്നം വിൽക്കുകയാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1050, അതായത് വിൽക്കുന്ന വില. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ആ 1050 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് അഥവാ ലാഭം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അതായത് വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. ഓക്കെ, അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് എക്സ് ആണ്, നമുക്കറിയാം. വിറ്റ വില 1050 ആണ്. അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1050 മൈനസ് എക്സ് എന്നായിട്ട് മാറും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആ ഉൽപ്പന്നം 375 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ 14 മടങ്ങാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നം ഇനി എത്ര രൂപയ്ക്ക് വിൽക്കുകയാണ്? 375 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന വില, അടുത്തത് എസ് പി എന്ന് പറയുന്നത് വിൽക്കുന്ന വില 375 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ 14 മടങ്ങാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ്? കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില മൈനസ് വിറ്റ വിലയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്, മൈനസ് സെല്ലിംഗ് പ്രൈസ്, ഇവിടെ നമ്മൾ വിൽക്കുന്നത് 375 രൂപയ്ക്കാണ്. ഓക്കെ, ഇതെന്താണ്? ഇതിൻ്റെ 14 മടങ്ങാണ് എന്തെന്ന് തന്നിരിക്കുന്നത്? 375 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ 14 മടങ്ങാണ് അത് വിൽക്കുമ്പോൾ 1050 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നേരത്തെ കിട്ടി പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1050 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നഷ്ടത്തിൻ്റെ 14 മടങ്ങ്, അതായത് 14 ഇൻറ്റു നഷ്ടം എത്രയാണ്? എക്സ് മൈനസ് 375. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വില കണ്ടെത്താം. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? 1050 മൈനസ് എക്സ് എന്ന് പറയുന്നത് 14 എക്സ് ഇൻറ്റു മൈനസ് 14 ഇൻറ്റു 375. 14 ഇൻറ്റു 375 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5250 എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിട്ട് മാറും? ഈ മൈനസ് എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. അതായത് 14 എക്സ് പ്ലസ് എക്സ് എന്നാവും. അപ്പോൾ 15 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5250 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 1050 പ്ലസ് 5250 എന്നാവും. അപ്പോൾ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6300 എന്നാണ്. അപ്പോൾ 15 എക്സ് ഇസ് ഈക്വൽ ടു 6300 ആണെങ്കിൽ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 6300 ഡിവൈഡഡ് ബൈ 15 ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 420 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. ഇനി നമ്മളോട് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 20% ലാഭം ലഭിക്കണമെങ്കിൽ ആ ഉൽപ്പന്നം ഇനി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 20% ലാഭം ലഭിക്കണം. നമുക്ക് എക്സിൻ്റെ വില 420 കിട്ടി. എക്സ് എന്തായിട്ടാണ് എടുത്തത്? കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില, ആ ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് എക്സ് എന്ന് പറയുന്നത്. അത് 420 കിട്ടി. ഇനി ആ ഉൽപ്പന്നത്തിനെ നമുക്ക് 20% ലാഭത്തിന് വിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 420ൻ്റെ 120% കണ്ടാൽ മതി. ലാഭമാണ് തന്നിരിക്കുന്നത് അല്ലേ? 20% ലാഭം എന്ന് പറയുമ്പോൾ അതിൻ്റെ 120% കണ്ടാൽ മതി. ഓക്കെ,
അപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, 0 ഒക്കെ ക്യാൻസൽ ചെയ്യും. നമുക്ക് കിട്ടുന്നത് 42 × 12 എന്നാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 504 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും ചേർന്ന് ഒരു ജോലി 50 ദിവസം കൊണ്ട് തീർക്കും. എക്ക് ബിയേക്കാൾ 40% കാര്യക്ഷമത കുറവാണെങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് 60% ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. എയും ബിയും ചേർന്ന് ഒരു ജോലി 50 ദിവസം കൊണ്ട് തീർക്കുന്നു തന്നിട്ടുണ്ട്. എക്ക് ബിയേക്കാൾ 40% കാര്യക്ഷമത കുറവാണെങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് 60% ജോലി പൂർത്തിയാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? എയും ബിയും ചേർന്ന് ഒരു ജോലി 50 ദിവസം കൊണ്ട് തീർക്കും. അതായത് A+B എന്ന് പറയുന്നത് എയും ബിയും കൂടിയിട്ട് 50 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. എക്ക് ബിയേക്കാൾ 40% കാര്യക്ഷമത കുറവാണെങ്കിൽ എന്ന് തന്നിട്ടുണ്ട്. അതായത് കാര്യക്ഷമത എന്ന് പറയുന്നത് എഫിഷ്യൻസി എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എക്ക് ബിയേക്കാൾ 40% കാര്യക്ഷമത കുറവാണെങ്കിൽ എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ബിക്ക് 100% എടുത്തു, 100% കാര്യക്ഷമത ഉണ്ടെങ്കിൽ എക്ക് ബിയേക്കാൾ 40% കാര്യക്ഷമത കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇസ് ഈക്വൽ ടു 40% കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എത്രയായിരിക്കും ചെയ്യുക? ബാക്കി വരുന്ന 60%മേ ചെയ്യുള്ളൂ. അതായത് ബി 100% ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എ എത്രയാണ് ചെയ്യുന്നത്? 40% കുറച്ചിട്ട് 60% ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് എഫിഷ്യൻസി. ഇത് രണ്ടും എഫിഷ്യൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കിതിൽ നിന്നും ഇവയുടെ റേഷ്യോ കിട്ടും. A:B എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? അപ്പോൾ ഇതെന്തായിട്ട് മാറും? A:B എന്ന് പറയുന്നത് നമുക്ക് എഴുതാലോ 60:100 എന്ന് എഴുതാം. അതായത് 0ക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 3:5 എന്നായിട്ട് മാറും. ഓക്കെ, 3:5 ആയിട്ട് മാറും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതായത് എയുടെയും ബിയുടെയും എഫിഷ്യൻസിയാണ് തന്നിരിക്കുന്നത്. അതായത് 3x 5x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഷ്യോയിൽ അല്ലേ. ഇനി നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്നാണ് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3x 5x ആണ്. അതായത് 3x + 5x ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 50 ദിവസം. അതായത് എയുടെയും ബിയുടെയും ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര ദിവസം കൊണ്ട് തീർക്കും? 50 ദിവസം കൊണ്ട് തീർക്കും. അതായത് ടൈം എന്ന് പറയുന്നത് 50 ദിവസമാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് കാണാനായിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 3x + 5x × 50 എന്ന് കിട്ടി. 3x 5x 8x ആണ്. 8x × 50 എന്ന് കിട്ടും. 8×5 40 ആണ്. അപ്പോൾ 400x എന്നാണ് എന്തെന്ന് കിട്ടിയത്? ടോട്ടൽ വർക്ക് എന്ന് നമുക്ക് കിട്ടി. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 400x ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? 60% ജോലി. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി കാണേണ്ടത് എന്താണ്? എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് 60% ജോലി പൂർത്തിയാക്കും എന്നാണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇപ്പോൾ കിട്ടിയത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 400x ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കാണേണ്ടത് 60% ജോലിയാണ്. ടോട്ടൽ വർക്ക് എത്രയാണ്? 400x ആണ്. അപ്പോൾ 60% എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാം? 400x ആണ് ടോട്ടൽ. അതിൻ്റെ 60% കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 0 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവും. 240x എന്ന് കിട്ടും. അപ്പോൾ 60% ജോലി എന്ന് പറയുന്നത് 240x ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? എക്ക് എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസം വേണ്ടി വരും എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടൈം എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് എന്ന് പറയുന്നത് എയുടെ വർക്ക് 240x ആണ്. ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3x ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. കിട്ടുന്നത് 80 ദിവസം എന്നാണ്. അതായത് എക്ക് 60% ജോലി പൂർത്തിയാക്കാനായിട്ട് 80 ദിവസമാണ് വേണ്ടി വരുന്നത്.
നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ: ഒരു പട്ടണത്തിലെ ജനസംഖ്യ 9,26,100 ഇത് വർഷം തോറും 5% എന്ന നിരക്കിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ 3 വർഷം മുമ്പ് ജനസംഖ്യ എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു പട്ടണത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ ജനസംഖ്യയാണ് തന്നിരിക്കുന്നത്, 9,26,100 തന്നിട്ടുണ്ട്. ഇത് വർഷം തോറും 5% എന്ന നിരക്കിൽ വർദ്ധിച്ചു വരുന്നു. അങ്ങനെയെങ്കിൽ 3 വർഷം മുൻപ് ജനസംഖ്യ എത്രയായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വർഷം മുൻപത്തെ ജനസംഖ്യയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ജനസംഖ്യ 9,26,100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ കാണാം? നമ്മൾ എടുക്കുകയാണ്, അതായത് 3 വർഷം മുൻപത്തെ ജനസംഖ്യ നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, 3 വർഷം മുൻപത്തെ ജനസംഖ്യ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ 3 വർഷം മുമ്പുള്ള ജനസംഖ്യ എന്തായിട്ട് എടുത്തു? എക്സ് ആണെന്ന് നമ്മൾ എടുത്തു. അതായത് 3 വർഷം മുൻപത്തെ ജനസംഖ്യ നമുക്ക് കാണണം. അപ്പോൾ അതറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെന്ന് എടുത്തു? എക്സ് ആണ് 3 വർഷം മുൻപുള്ള ജനസംഖ്യ എന്നെടുത്തു. ഇനി ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇത് ഓരോ വർഷം തോറും 5% എന്ന നിരക്കിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അതായത് 3 വർഷം മുൻപ് എക്സ് ആണ് ജനസംഖ്യയെങ്കിൽ ഓരോ വർഷവും 5% വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ വർഷം 5% വർദ്ധിക്കുന്നു, അതായത് 105/100. രണ്ടാമത്തെ വർഷം 105/100. മൂന്നാമത്തെ വർഷം 105/100 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു, ഇപ്പം എത്രയാണ്? 9,26,100. ഓക്കെ, ഇങ്ങനെയാണല്ലോ എഴുതേണ്ടത്. അതായത് നമ്മൾ 3 വർഷം മുൻപത്തെ ജനസംഖ്യ നമുക്ക് അറിയില്ല, അതിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. എന്നിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തു. 5% എന്ന നിരക്കിൽ ഓരോ വർഷവും ജനസംഖ്യ വർദ്ധിക്കുന്നു. അതായത് എക്സിൻ്റെ ആദ്യത്തെ വർഷം എത്രയായിരിക്കും? 105/100. പിന്നെന്താണ്? നെക്സ്റ്റ് ഇയർ വീണ്ടും 105/100. അടുത്ത ഇയർ 105/100 ഇസ് ഈക്വൽ ടു എന്തായിട്ട് കിട്ടും? മൂന്നാമത്തെ വർഷം, അതായത് ഇപ്പോഴത്തെ വർഷം എത്രയാണ് ജനസംഖ്യ? 9,26,100. ഇനി ഇതിൽ നിന്നും എക്സിൻ്റെ വില കണ്ടാൽ മതിയല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു 9,26,100 ഇൻറ്റു ഈ 100 അപ്പുറത്തോട്ട് പോകുമ്പോൾ 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 105 ഇൻറ്റു 105. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 5ൽ 20 തവണ, 5ൽ 21 തവണ, ഇവിടെയും 5ൽ 20 തവണ പോവും, ഇവിടെയും 21 തവണ, ഇവിടെയും 21 തവണ, ഇവിടെയും 20 തവണ. ഇനി 21 9,26,100 ക്യാൻസൽ ചെയ്തിട്ട് പോവും. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 44,100 എന്നാണ്. വീണ്ടും ഈ 21 441 21,00 വീണ്ടും ഈ 21 2,100 100 തവണ എന്ന് പോവും. ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ലക്ഷം എന്നാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.